കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ 7ാമത് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് പ്രഥമ ശുശ്രൂഷ ക്ലാസും CPR പരിശീലനവും നടത്തി. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കവളങ്ങാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രഥമ ശുശ്രൂഷ ക്ലാസും CPR പരിശീലനവും സംഘടിപ്പിച്ചത്. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അറിവ് എന്നുള്ളത് ഒരിക്കലും ഒരു കുറവല്ല, അതൊരു നിറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാരമംഗലം വനിതാ സമാജത്തിന്റെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഡോക്ടർ ബഹുമാനിയായ ഡോക്ടർ ലിസാ മാഡത്തിന്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് വെച്ചതാണ്. കുറച്ചധികം ഡോക്ടർമാർ വന്നു. എത്രയോ പേരുടെ അസുഖങ്ങൾ സ്ത്രീകളുടെയാണ് പ്രത്യേകിച്ചും. അവർ പുറമെ പറയാൻ മടിക്കുന്ന ചില രോഗങ്ങൾ ഡോക്ടറെ കാണാൻ അവർക്ക് മടിയായിട്ട് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ വരുമ്പോൾ ഞാൻ ഒത്തിരി നിർബന്ധിച്ച കാലം, ഞാനൊരു ആശാവർക്കറായിരുന്നു, നിർബന്ധിച്ച കാലം എൻ്റെ വാർഡിലെ കുറേ പേർക്ക് ചില അസുഖങ്ങൾ കണ്ടുപിടിക്കാനും ചികിത്സ നടത്താനും ഓപ്പറേഷൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് പോൾ അധ്യക്ഷത വഹിച്ചു. ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ആദർശ് BS മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള പരിശീലനം വളരെ അത്യാവശ്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടി മാതൃകാപരമാണെന്നും ഈ പരിശീലനം വഴി അപകടത്തിൽപ്പെടുന്നവരുടെ അവസ്ഥ കൂടി മനസ്സിലാക്കി പെരുമാറാൻ പോലീസിന് കൂടി സഹായകരമാകുമെന്നും ഇതുപോലുള്ള പരിശീലന പരിപാടികൾ മറ്റ് സംഘടനകൾക്ക് കൂടി മാതൃകയാകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, CDS പ്രതിനിധികൾ, അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. IMA കോതമംഗലം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ്, എമർജൻസി ലൈഫ് സപ്പോർട്ട് ചെയർമാൻ ഡോക്ടർ മുനീർ P. കരീം, ഡോക്ടർ അശ്വിൻ തങ്കച്ചൻ തുടങ്ങിയവർ കൃത്രിമ മനുഷ്യ ഡമ്മി ഉപയോഗിച്ചുള്ള പ്രാക്ടിക്കൽ, മറ്റ് വിവിധ തരത്തിലുള്ള അപകട സാഹചര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട പരിശീലനം, തിയറി ക്ലാസുകൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകി. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സിജു KA സ്വാഗതവും ട്രഷറർ സത്താർ മലേക്കുടിയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.